ഈ കഴിഞ്ഞ അവസാനത്തെ കടി കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മുടെ കയ്യിലോ, നമ്മുടെ ബാങ്കിലോ, അക്കൗണ്ടിൽ പൈസയോ, കയ്യിലോ പൈസയോ ഉണ്ടെങ്കിൽ എല്ലാവരും നമ്മളോടൊപ്പം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ആരും ഉണ്ടാകത്തില്ലെന്ന് എനിക്ക് ആ ലാസ്റ്റ് കടിയാണ് മനസ്സിലായത്. കാരണം ഞാൻ പറയാൻ കാരണം, ഈ കടി കിട്ടി ഞാൻ ട്രീറ്റ്മെൻറ്റിലാണ്. ഞാൻ ആരോടും പറയണ്ടാന്ന് പറഞ്ഞു. ഞാൻ നഴ്സുമാർക്ക്, അവിടുത്തെ സ്റ്റാഫുകളുടെ ബന്ധുക്കൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുന്ന റൂമിലാണ് ഞാൻ കിടന്നത്. അപ്പോൾ എനിക്ക് രാവിലെ കഴിക്കാൻ ഗുളിക മരുന്നെടുക്കണം. അപ്പോൾ രാവിലെ കാപ്പി കുടിക്കണം. അപ്പോൾ ഞാൻ പലരെയും വിളിക്കും രാവിലെ. അപ്പം ചേട്ടാ ഞാൻ ഇന്നടത്ത് നിൽക്കുകയാണ്, തിരക്കിലാണ്. ഇന്നടത്ത് നിൽക്കുക. അപ്പോൾ ഞാൻ ശല്യപ്പെടുത്താൻ പോയി. അപ്പോൾ ഉച്ചയ്ക്ക് ആരെങ്കിലും വിളിച്ച് ഫുഡ് വാങ്ങിക്കുമ്പോൾ രാവിലത്തെ മെഡിസിനും കൂടെ ഉച്ചയ്ക്ക് കഴിയും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ മുന്നോട്ട് നിങ്ങളുടെ മുന്നിൽ ഞാനിപ്പോൾ ഇരിക്കുമ്പോൾ ഞാൻ 3 4 ദിവസം കൊണ്ടൊരു തിരക്കാണെങ്കിൽ ഞാൻ 4 ദിവസങ്ങൾക്ക് മുന്നേ ഒരു 5 ദിവസം ഈ കഴിഞ്ഞ ഞായറാഴ്ചയോ ശനിയാഴ്ചയാണെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ കയ്യിൽ ഈ യാത്ര കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ 5 പൈസയില്ല. എൻ്റെ കയ്യിൽ അവിടെ 10 രൂപയോ 12 രൂപയുള്ളൂ. എൻ്റെ സത്യസന്ധമായിട്ടുള്ള കാര്യം പറയാം. ഒരു നിവൃത്തിയില്ല. പിറ്റേന്ന് എനിക്ക് വെളിയിൽ ഇറങ്ങണമെങ്കിൽ കഴിക്കാനെങ്കിലും പൈസ വേണം. ഞാനൊരു ഓട്ടോ പിടിക്കണമെങ്കിൽ ഓട്ടോയ്ക്ക് ചാർജ് കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പൈസയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് പുറത്ത് പോകണ്ട. തലേദിവസം രാത്രി ഞാൻ പുറത്തുനിന്ന് വന്നപ്പോൾ വണ്ടിയിരുന്ന് കുടിക്കാൻ വേണ്ടി, ഓട്ടോയിലിരുന്ന് കുടിക്കാൻ വേണ്ടി വാങ്ങിച്ച ഒരു ബോട്ടിൽ മിനറൽ വാട്ടർ ഉണ്ടായിരുന്നു. ആ മിനറൽ വാട്ടർ എനിക്ക് വിശക്കുമ്പോൾ ഞാൻ ഓരോ കവള അല്ലെങ്കിൽ 2 കവള് കുടിച്ച് ഞാൻ അന്ന് രാത്രി 24 മണിക്കൂർ ഞാൻ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ഒരു കോൾ വന്ന് പുറത്തിറങ്ങി കോളിൻ്റെ പുറകെ. ഇതാണ് അവസ്ഥ. ആളുകൾ വിചാരിക്കുക, ആളുകൾ കാണുന്നതൊന്നും അല്ല നമ്മുടെ ജീവിതം. നമ്മളൊന്ന് ഇത് പുറത്ത് പറയാൻ നമ്മൾ മടിക്കും. നമ്മളെന്തായാലും എല്ലാവരും കാണിക്കും നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ആകപ്പെടെ ഇത്ര കാശേ നമ്മൾ പെരുമയായിട്ട് കുറേ നല്ല രീതിയിൽ പറഞ്ഞ് നമുക്ക് ഭയങ്കര സംഭവമാണെന്നൊക്കെ കാണിക്കുന്നതുകൊണ്ടാണ് പലരും കാര്യങ്ങൾ അറിയാതെ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പിറകെ പോയിട്ട് നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് കൈയുടെ സ്വാധീനം നഷ്ടപ്പെട്ടു. പിന്നെ എന്താ പറയുക, ശാരീരികമായിട്ടൊരു പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നമുക്കറിയില്ല, കടികൾ കിട്ടുന്ന സമയത്ത് ഉണ്ടാകുന്നത് മാത്രമല്ല, നമ്മളടുത്ത് പണിയാൻ പോകുമ്പോൾ ഇന്നലെയും അതൊരു സ്ഥലത്ത് പാമ്പിനെ പിടിക്കാൻ വേണ്ടി വെട്ടിക്കളയ്ക്കേണ്ട ഒരു 2-3 മണിക്കൂർ വെട്ടിക്കളയ്ക്കേണ്ടത് അത്രയും ഞാൻ ചെയ്യേണ്ടത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു മതിലിൻ്റെ അടി, എനിക്ക് തോന്നുന്നു 2 ആഴ്ചയായിട്ടുള്ളൂ, ഒരു പാമ്പിനെ പിടിക്കാൻ മതിലിൻ്റെ അടി ഇത് മുഴുവനും ഞാൻ പൊളിക്കേണ്ടത്. ഇന്ന് ഉച്ചയ്ക്ക് 2:30ക്ക് തുടങ്ങുന്ന പണി ഇന്ന് രാത്രി വെളുപ്പാങ്കൽ 2:30 വരെ ഞാൻ ഒറ്റയ്ക്ക് പണി ചെയ്തു എന്നുള്ള ഒരാൾ സഹായിക്കാൻ പറ്റും. പിന്നെ മീഡിയ വരാത്ത അത് കിട്ടിയില്ല നമുക്ക് ആ പാമ്പിനെ. പിന്നെ ചാനലിൽ വരണമെങ്കിൽ ഞാൻ പങ്കെടുക്കുന്ന സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിൽ അവരുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുള്ളൂ. പക്ഷെ അവരുണ്ടെങ്കിൽ ഇത്രയും സമയമല്ലേ കാണിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് സമയമല്ലേ കാണുന്നുള്ളൂ. 5-6 മണിക്കൂർ ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ അധ്വാനിച്ചിട്ടും ആളുകൾ വിചാരിക്കുന്നത് എന്തോ വലിയ എന്താ പറയുക, വലിയ സംഭവമാണ്, നമുക്കൊക്കെ ഭയങ്കര സാമ്പത്തികമുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ വീട് ജപ്തിയാണ്. എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയും താമസിക്കുന്ന സ്ഥലം, അച്ഛൻ മരിച്ചു, അമ്മയും അനിയത്തിയും മാത്രമേ വീട്ടിലുള്ളൂ. ആ വീട് 15-20 വർഷങ്ങൾക്ക് മുന്നേ ലോൺ എടുത്ത വീടാണ്. അത് ജപ്തിയാണ്. ജപ്തി നോട്ടീസ് ഒട്ടിക്കാൻ വേണ്ടി കഴിഞ്ഞ പിന്നെ മന്ത്രിയൊക്കെ പോയി കണ്ടത് കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മാറ്റി വെച്ചിരിക്കുന്നു. ഇനി 2 മാസത്തിനകത്ത് അത് അടച്ചു തീർക്കും. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇത് ആളുകൾ വിചാരിക്കുന്നത് വാവയ്ക്ക് ഇന്നാളെ ഞാൻ കടയിൽ പോയി പറഞ്ഞു, വാവയ്ക്ക് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു ഒരു 2 നില വീടുണ്ട്. പാര പുതിയതായിട്ട് വാങ്ങി, എൻ്റെ അമ്മയുടെ സഹോദരൻ്റെ വീട് വസ്തു വാങ്ങി വെച്ചാണ്. അവിടെ ആ വാവ സ്ട്രീറ്റിൻ്റെ വീട്, വാവ സ്ട്രീറ്റ് ആ വീട്ടിലാണ് താമസിക്കുന്നത് കേട്ടോ. ഞാൻ ഇന്നും ആ ഓലയിട്ട വീട്ടിലാണ്. എൻ്റെ അമ്മയും അനിയത്തിയും ഞാൻ ലോഡ്ജിലാണ്. ഞാൻ 7 വർഷം കൊണ്ട് മെഡിക്കൽ കോളേജ് ലോഡ്ജിലാണ്. അത് വേറൊന്നും കൊണ്ടല്ല. ഇപ്പം ഞാൻ രാത്രി 1 മണിക്കോ 2 മണിക്കൊക്കെ എനിക്കൊരു കോൾ വന്ന് ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പം എൻ്റെ അമ്മ പ്രായമായ ആളാണ്. അനിയത്തിക്ക് വയ്യായി ഇരിക്കുന്ന ആളാണ്. അപ്പം ഞാൻ വന്ന് ഗേറ്റ് തുറക്കുമ്പോൾ എനിക്ക് വീട്ടിൽ നായുണ്ട്, അവർ കുരയ്ക്കും. അപ്പോൾ ഇവർ മരുന്ന് കഴിച്ചിട്ടായിരിക്കും കിടക്കുന്നത്. അത് ഇവർക്ക് ഡിസ്റ്റർബൻസ് ആവും. അതുകൊണ്ട് ഞാൻ ആ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതെ ഞാൻ ലോഡ്ജിലേക്ക് മാറി. അപ്പോൾ എനിക്ക് പക്ഷേ എപ്പോൾ ആണെങ്കിലും വരാം, എപ്പോൾ ആണെങ്കിലും പോകാം, ഒരു പ്രശ്നമില്ല. അങ്ങനെയാണ് ഞാനിതിൽ മുന്നോട്ട് പോയത്. ഇതുകൊണ്ട് ഇപ്പോൾ ഒരു കോൾ വന്നില്ലെങ്കിലും ടെൻഷൻ, ഒരു കോൾ വന്നില്ല, അങ്ങനത്തെ വിളിച്ചാൽ തല്ലിക്കൊന്നു. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എന്താ പറയുക, ഈ ഒരു ചെറിയൊരു തട്ടുകടയിൽ കൂടി ഞാൻ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വൈകുന്നേരം 6 മണി മുതൽ ഒരു 1 മണി 2 മണിയാവുന്നത് കഴിയുമ്പോൾ, അപ്പം പാമ്പിനെ പിടിക്കാൻ പോലും ഞാൻ വെളുക്കുന്നേരം യാത്ര ചെയ്യുന്നുണ്ട്. ഇവിടെയാണെങ്കിലും അത് ചെയ്യുന്നുണ്ട്. പക്ഷെ സാറിനൊരു 10 പൈസയുടെ വരുമാനം ഇതിനകത്തില്ല. ഒന്നുമില്ല, കടങ്ങളും മാത്രമല്ല. ഞാനിപ്പോൾ എൻ്റെ വണ്ടി നിങ്ങൾ ആ പറയുന്നുണ്ട്, എനിക്കൊരു സ്പോൺസേർഡ് ആയിട്ടൊരു വണ്ടി കിട്ടി. സ്പോൺസർ പറഞ്ഞാൽ ഒരു പഞ്ചാണ് കിട്ടിയത്. ടാറ്റ പഞ്ച് കിട്ടി. മൈലേജൊന്നും ഇല്ല, അറിയാമല്ലോ, പെട്രോൾ വണ്ടിയാണ്. എന്നിട്ട് ഞാനിപ്പോൾ 2 വർഷവും 2 മാസവും കൊണ്ട് 1,15,000 കിലോമീറ്റർ ഓടി. 18,000 20,000 കിലോമീറ്റർ ഓടും. ആ സമയത്താണ് എൻ്റെ വണ്ടി ഓടി കിട്ടുന്ന ആൾ വട്ടപ്പറയുള്ള ചെറുപ്പക്കാരനാണ്. അപ്പോൾ അദ്ദേഹം വണ്ടിയായിട്ട് എൻ്റെ അനിയത്തിയെ കൊണ്ട് ഞാൻ ലേസർ ചെയ്യാനായിട്ട് കണ്ണ് ഹോസ്പിറ്റലിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്നെ വിളിക്കാനായിട്ട് പറഞ്ഞ വഴിക്ക് മണ്ണന്തല വെച്ച് അദ്ദേഹത്തിൻ്റെ ഈ വണ്ടിയുടെ പുറകിൽ KSRTC വന്ന് ഇടിച്ചു. KSRTC ഇടിച്ചിട്ട് ബാക്ക് അത്രയും ചപ്പിപ്പോയി. അപ്പോൾ എനിക്ക് 2 വർഷമായതുകൊണ്ട് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് എനിക്ക് ഇൻഷുറൻസ് ഇല്ല. അപ്പോൾ ആ വണ്ടിയുടെ ഡ്രൈവർ പറഞ്ഞു, അങ്ങനെയാണ് ഇങ്ങനെയാണ് ചേട്ടാ, എനിക്ക് ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് ഞാൻ ശരി പരാതിയില്ല എന്ന് പറഞ്ഞ് ഞാൻ എഴുതി കൊടുത്ത് വണ്ടി എടുത്ത് വർക്ക്ഷോപ്പിൽ വിട്ടു. വണ്ടി നന്നാക്കണേ 3 ലക്ഷത്തിൽ ചിലവായിട്ട് അതങ്ങനെ നടക്കുന്നു. എനിക്കൊരു ചെറിയ സ്കൂട്ടറുണ്ട്. എനിക്ക് എൻ്റെ സ്കൂട്ടർ പണ്ട് എനിക്ക് ഇത് പണിയായിരുന്ന സമയത്ത് ആക്സിഡൻ്റ് ആയ സമയത്തൊക്കെ എനിക്ക് ആൾക്കാർ നന്നാക്കി തന്നിട്ടുണ്ട്. ഇപ്പോൾ അത് വീണ്ടും വർക്ക്ഷോപ്പിലാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം 2 വർഷത്തോളം.
അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പൈസ കിട്ടാതെ വന്ന സമയത്ത് പലരിൽ നിന്നും കടം വാങ്ങിച്ച് സഹായം ചെയ്തു പലർക്ക്. അപ്പോൾ അതൊരു വലിയ ബാധ്യതയായി മാറി. ഭയങ്കരമായിട്ടൊരു ബാധ്യത. ഞാൻ ഒരു 3.5 കോടി 4 കോടി 3.5 കോടിയിലേറെ രൂപയ്ക്ക് ഞാൻ സേവനം ചെയ്തു. അതെല്ലാം പലരിൽ നിന്നും വാങ്ങിയ പൈസയുണ്ട്. റിയൽ എസ്റ്റേറ്റ് വഴി കിട്ടിയ പൈസയുണ്ട്. അവാർഡ് കിട്ടിയ പൈസയുണ്ട്. ഞാൻ സഹായിച്ച പൈസയുണ്ട്. പലരും എന്നെ സഹായിക്കാനും വേണ്ടി പലരും എനിക്ക് തരാറുണ്ട്. പക്ഷേ ഞാനതൊന്നും എടുത്ത് നിങ്ങൾക്ക് എൻ്റെ വീട് കണ്ടാൽ അറിയാം ഞാൻ ഒരു പൈസ എൻ്റെ വീട്ടിലേക്ക് വേണ്ടി ചിലവാക്കിയിട്ടില്ല. കടങ്ങൾ വാങ്ങി സേവനം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ വാട്സപ്പിന് മൊബൈൽ അവിടെ ഇവിടെ കിടപ്പുണ്ട്. ഞാൻ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ന് കല്യാണത്തിന് സഹായിക്കണമെന്ന് പറഞ്ഞ ഒരു പാലക്കാട് നിന്ന് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. കുട്ടിയുടെ കല്യാണം അടുത്ത ഏപ്രിൽ 11-ാം തീയതി ആ ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു നിവൃത്തിയില്ല കല്യാണത്തിന് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഞാനിത് എൻ്റെ സുഹൃത്തുക്കളായ പലരോടും പറയും. അപ്പോൾ അവരാരെങ്കിലും ചെയ്തു കൊടുക്കുന്നതിന് പ്രതീക്ഷിക്കും. ഇപ്പോൾ അതിനിടയ്ക്ക് ഒരു കല്യാണം നടന്നതിൽ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. എനിക്കെന്ന് വെച്ചാൽ ഇപ്പോൾ സഹായിക്കുന്ന ഞാൻ യൂട്യൂബ് വല്ല പ്രൈവറ്റ് വലിയ ലോക്കൽ മീഡിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറത്തേക്ക് യൂട്യൂബിലെങ്ങനെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ സഹായിക്കണം കൊണ്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്കൊരു മടി ചോദിച്ചാൽ ഒരു ബുദ്ധിമുട്ടല്ലേ. എന്നിട്ട് എനിക്ക് സുഖമില്ല അല്ലെങ്കിൽ എൻ്റെ ആർക്കെങ്കിലും സുഖമില്ല എന്നും പറഞ്ഞ് ഞാൻ പലരെയും നിന്ന് വാങ്ങി പലരെയും സഹായിച്ചു. അതൊരു വലിയ ബാധ്യത എനിക്കിപ്പോൾ. വലിയ കിടന്നാൽ എനിക്ക് ഉറക്കമില്ലാത്തത് അതുകൊണ്ടാണ്. എത്ര ലക്ഷത്തിൻ്റെ ഉണ്ട്? അതൊക്കെ ഒരുപാടുണ്ട്. ഒരുപാട് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 1.5 കോടിക്ക് മേളിലുണ്ടായിരുന്നു. ഒക്കെ ഞാൻ കുറേയൊക്കെ റിയൽ എസ്റ്റേറ്റ് കുറേ വീടി. ഇനി എനിക്കൊരു 50-ന് മേളിൽ വരണം. കണക്കെനിക്കറിയില്ല. ഇനി എല്ലാം കൊടുത്ത് വീടണം. വീടിയിട്ട് എനിക്ക് എന്തെങ്കിലും സമയമായിട്ട് എനിക്ക് എവിടെയെങ്കിലും ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമോ? ഇനിയിപ്പോൾ എനിക്ക് അനിയത്തിയുടെ ട്രീറ്റ്മെൻറ്റ് ഒരു വലിയ ബാധ്യതയാണ്. അത് ഒരു ഭയങ്കര ബാധ്യതയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇത് കൊണ്ടുപോയി പറഞ്ഞ് നടക്കണം. ഇപ്പം ഞാൻ ഒരു 6 മണി മുതൽ ഒരു 1 മണി വരെ ഒരു തട്ടുകടയിൽ എൻ്റെ സുഹൃത്തുക്കൾ തുടങ്ങിയ തട്ടുകടയിൽ സപ്ലയറായിട്ട് പോകുന്നുണ്ട്. അതിന് വേതനം കിട്ടുന്നു? അതിന് വേതനം ഞാൻ വാങ്ങിയിട്ടില്ല. അവർ തരും. അവർക്ക് ലാഭം വരും. ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പോൾ ഒരു 5 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഫുൾ ടൈം അവിടെ നിൽക്കാറുണ്ട്. വൈകിട്ട് 6 മണി മുതൽ 6-7 മണി മുതൽ 1 മണി 2 മണിയാവും. അതിനിടയ്ക്ക് അടുത്തെങ്ങനെ കോൾ പറഞ്ഞാൽ ഞാൻ ഓടിപ്പോകും. പോയിട്ട് വരും പെട്ടെന്ന്. അപ്പോൾ തിരക്കും കുറവ്. തട്ടുകടയൊക്കെ ആകുമ്പോൾ നമുക്ക് അറിയാമല്ലോ. നമുക്ക് തട്ടുകടയാകുമ്പോൾ അതിൻ്റേതായ ഒരു അപ്പോൾ നമുക്ക് പട്ടത്തുനിന്ന് മരപ്പാലത്ത് നിന്ന് കവടിയാറിലേക്ക് പോകുന്നത് മേളിലോട്ട് കഴിഞ്ഞാൽ ഒരുപാട് കടകളുണ്ട്. അപ്പോൾ ഇത് തന്നെ നമ്മൾ റോഡ് സൈഡിലാണ് വെച്ചേക്കുന്നത്. എപ്പോഴെങ്കിലും എടുത്ത് മാറ്റേണ്ടി വരും. പെർമിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് റോഡ് സൈഡിലേ അതൊക്കെ എപ്പോഴെങ്കിലും നമ്മൾ എടുത്തു അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്കൊന്നും ആവത്തില്ല. പിന്നെ പാമ്പിൻ്റെ പുറകെ പോയിട്ട് കാര്യമൊന്നുമില്ല. അവൻ്റെ പുറകെ പോയിട്ടെന്ന് വെച്ചാൽ ഞാൻ മെനിങ്ങാന്നെന്ന് പറഞ്ഞൊരു ദിവസം 2400 രൂപയ്ക്ക് ഞാൻ ഓട്ടോറിക്ഷ ഓടി. ഒരു പൈസ എനിക്ക് വരുമാനം ഉണ്ടായില്ല. ഞാൻ 6 സ്ഥലത്ത് പോയി ഒരു പൈസയും തന്നിട്ടില്ല. ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന മെനിങ്ങാന്ന് പോയതിൻ്റെ ഒരു 300 രൂപ ഇപ്പം എനിക്ക് ജീപ്പ് ചെയ്തിട്ടുണ്ട് ഒരാൾ. അങ്ങനെ പിന്നെ ജീപ്പ് അപൂർവം വരും. തരുന്ന ആൾക്കാരുണ്ട്. തരുന്ന 25,000 രൂപ തന്ന ആൾക്കാരുണ്ട് പാമ്പിനെ പിടിക്കാൻ പൈസ. എനിക്ക് കോട്ടയം പാലയിലാണെന്നുള്ളത് 8-10 വർഷങ്ങൾക്ക് മുന്നെയാണ്. അന്ന് ഒരു പാമ്പിനെ പിടിക്കുക വലിയ മതിലൊക്കെ പൊളിച്ച് പാമ്പിനെ പിടിക്കാൻ പോയപ്പോൾ നാട്ടുകാർ ചില്ലറ പിരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതുവഴി സിംഗപ്പൂരിൽ നിന്ന് വന്നു. അറിയാലോ അന്ന് സിംഗപ്പൂർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇതല്ല. അപ്പോൾ ഒരു അച്ചായൻ പറഞ്ഞ് നിങ്ങളാരും പൈസ പിരിക്കേണ്ട, പൈസ ആവശ്യമില്ല ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞു. പുള്ളി എന്നെ പോയി പത്രക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് സ്റ്റുഡിയോയിൽ നിന്ന് ക്യാമറ എടുക്കുന്ന ആളൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് പുള്ളിയുടെ വീട്ടിൽ വെച്ച് പുള്ളി എല്ലാവരെയും വിളിച്ച് കൂട്ടി ആവശ്യമില്ല ഞാൻ 25,000 രൂപ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് 25,000 എനിക്ക് പിറ്റേന്നത് പത്രവാർത്ത അവിടെ കോട്ടയം ജില്ല മൊത്തം പത്രവാർത്ത ഉണ്ട്. ആവശ്യത്തിന് പാമ്പിനെ പിടിക്കാമെന്ന് 25,000 രൂപ കൊടുത്തു. അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഉണ്ടായിട്ട് ജീവിതത്തിൽ ഒരു പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും 2,000, 1,000, 3,000 ചോദിക്കാറില്ല ഞാൻ. ചില സ്ഥലത്ത് ഞാൻ ചോദിക്കാറുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഒരു നിവൃത്തി വണ്ടിക്കൂലി ഇല്ലായിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ തിരിച്ച് വണ്ടിക്ക് വരാൻ പോലും പറ്റത്തില്ല. ഇപ്പം ഞാൻ ഈ അടുത്ത കാലത്ത് എനിക്ക് വണ്ടി ആക്സിഡൻ്റ് ആയതിനു ശേഷം ഞാനൊരു എന്താ പറയുക പാറശാലയിൽ കിടന്നൊരു വണ്ടി റെൻ്റായിട്ട് എടുത്ത് ഓടി. അതിലിനി ഒരു 50,000 അവർക്ക് കൊടുക്കാനുണ്ട്. അങ്ങനെ കുറേ ഉണ്ട്. ബാധ്യതകളേ ഉള്ളൂ ഇതിൻ്റെ പിറകെ നടന്നത്.